മനസ്സിലായി കാണത്തില്ല. ഞാനൊരു കൊച്ചു കച്ചവടക്കാരന്. നാട്ടുകാർ അച്ചായ എന്ന് വിളിക്കും. ഹരിയേട്ടൻ കാപ്പി കുടിക്കുക, ഞാൻ വിളിക്കാം. അയ്യോ വിളിക്കണ്ട. ആഹാരം കഴിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല, ദൈവദോഷം ഉണ്ടാവും. മോളുടെ ഡാഡിയെ എനിക്കറിയാം. വറീച്ചൻ അബ്കാരി ബിസിനസ്സുമായി നടക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരിചയക്കാരാ. അതെയോ? പ്രേമവിവാഹമായിരുന്നു അല്ലയോ? വറീച്ചന്റെ മോൾ അന്നയാദിക്കാരനെ കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഈ നാട്ടിൽ വരുമെന്നോ നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല മോളെ. എടാ ജോർജേ, കുറച്ച് വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഒക്കെയാ. വറീച്ചന്റെ മോളെ കാണാൻ വരുമ്പോ അച്ചായൻ എങ്ങനെ വെറും കൈയോടെ വരുന്നത്? ഞാൻ അച്ചായൻ ചില്ലറ കച്ചവടമൊക്കെ അങ്ങനെ കഴിയുന്നു. ബുദ്ധിമുട്ടിലാണേ. വന്ന കാര്യം പറയണം. എന്റെ ഒരാള് സാറിന്റെ കസ്റ്റഡിയിലുണ്ട്. പാവാ സാറേ, അവനെങ്ങ് വിട്ടേക്ക്. കഞ്ചാവ് ഓയിൽ കടത്തിയതാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത്. എടാ ജോർജേ, സാർ ഇത് വാങ്ങണം. അല്ല പോലെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ എത്തിക്കാം. എടുക്കണോ? ഇതെല്ലാം എടുത്തോണ്ട് പോടാ. അച്ചായന് കൊടുത്തേ ശീലമുള്ളൂ, കൊണ്ടുപോകാറില്ല. ഞാനും കൊടുക്കാറേ ഉള്ളൂ, വാങ്ങാറില്ല. എടുത്തോണ്ട് പോവാൻ. ഞാൻ തന്നെ കൊണ്ടുപോക്കോളാം. ജോർജേ, സാറിനതൊന്നും വേണ്ട. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, കളയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എടുത്തു എടുക്കണപ്പാ. സാറേ, സ്നേഹമുള്ളതുകൊണ്ട് പറയുക, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പും ആവേശമൊക്കെ കാണിച്ച് മണ്ടത്തരത്തിൽ ചെന്ന് ചാടരുത്. മിസ്റ്റർ തോമസ് മാത്യു. മാവുങ്കൽ മാത്തുക്കുട്ടിയുടെ മകൻ തോമസ് മാത്യുവിനെ ഈ പേര് വിളിക്കുന്നവരാരും ഇന്ന് ഈ നാട്ടിലില്ല. ഉണ്ടോടാ? ഇല്ല. എല്ലാരും അച്ചായ എന്നാ വിളിക്കാറ്. സാർ ഈ നാട്ടിലുണ്ടാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് കള്ളനോട്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു തോമസ് മാത്യുവിന്റെ പേരുള്ള ഫയൽ ഞാൻ കണ്ടിട്ടുണ്ട്. പണവും പദവിയുമൊക്കെ ആയപ്പോ അയാൾ പേര് മാറ്റിയ വിവരം ഞാനിപ്പോൾ അറിയുന്നത്. അറിഞ്ഞല്ലോ. അതെ, ആ പഴയ തോമസ് ആകാൻ അച്ഛൻ അധികം സമയമൊന്നും വേണ്ട. വരട്ടാതെടോ. കൂടിപ്പോയാൽ താൻ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും. ഇതിനു മുമ്പും ഒരു സ്റ്റേഷനിൽ ഞാൻ 3 മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ഹരികുമാർ തന്നെപ്പോലുള്ള ഒരുത്തിനെങ്കിലും അകത്താക്കിയിരിക്കും. കഞ്ചാവ് വാറ്റി ഓയിലാക്കി മരുന്നാണെന്ന ലേബിളിൽ കടത്താൻ ഇനി തന്നെ അനുവദിക്കില്ല. അയ്യോ സാറേ, സത്യമായിട്ട് ഞാൻ കയറ്റിയേക്കുന്നത് മരുന്ന. അത് കഞ്ചാവാണെന്ന് സാറിന് തോന്നിയോ? എങ്കിൽ സൂക്ഷിക്കണം. ആ കേട്ടോ മോളെ, ഈ മരുന്നിനൊരു കുഴപ്പമുണ്ട്.